സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. വിഘ്നേശ്വരം വിഘ്നശാന്ത്यै വാണീം വാചഃ പ്രവർത്തയേ ഗുരൂൻ ഗൂഢാർത്ഥപാനായ പ്രണമാമി പുനഃ പുനഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായാഃ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം മനസാ സ്മരാമി. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. സാനന്ദരൂപം സകലപ്രബോധമാനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. ഹരേ രാമ. ഇന്നത്തെ പാരായണ ഭാഗം കിഷ്കിന്ധാകാന്ഡം ആരംഭം മുതൽ അതിൽ 452 വരി വരെയാണ്. പാരായണം സമാരംഭിക്കാം. ശാരിക പൈതലേ ചാരുശീലേ വരികാരോമലേ കഥാശേഷവും ചൊല്ലു നീ. ചൊല്ലുവാനെങ്കിൽ അനങ്കാരി ശങ്കരൻ വല്ലഭയോടരുൾ ചെയ്ത പ്രകാരങ്ങൾ കല്യാണശീലൻ ദശരഥസൂനു കൗസല്യാതനയനവരജൻ തന്നോടും പമ്പാസരസ്ഥടം ലോകമനോഹരം സംപ്രാപ്യ വിസ്മയം പൂണ്ടരുളീടിനാൻ. ക്രോശമാത്രം വിശാലം വിശദാമൃതം ക്ലേശവിനാശനം ജന്തുപൂർണസ്ഥലം ഉത്ഭുല്ലപത്മ കൽഹാര കുമുദ നീലോൽപലമണ്ഡിതം ഹംസകാരണ്ഡവ ഷഡ്പദ കോക്കില കുക്കുട കോയഷ്ടി സർപ്പസിംഹവ്യാഘ്രസൂകര സേവിതം പുഷ്പലതാപരിവേഷ്ടിത പാതപ സൽഫല സേവിതം സന്തുഷ്ടജന്തുകം കണ്ടു കൗതൂഹലം പൂണ്ടു തണ്ണീർ കുടിച്ചിണ്ടലും തീർത്തു മന്ദം നടന്നിടിനാർ. ഹനുമത് സംഗമം. കാലേ വസന്തേ സുശീതളേ ഭൂതലേ ഭൂലോകബാലബാലന്മാരിരുവരും ഋഷ്യമൂകാദ്രിപാർശ്വസ്ഥലേ
സന്തതം നിശ്വാസമുൾക്കൊണ്ടു വിപ്രലാപത്തോടും സീതാവിരഹം പൊറാഞ്ഞുകരകയും ചൂതായുധാർത്തി മുഴുത്തു പറകയും ആദികലർന്നു നടന്നടുക്കും വിധൗ ഭീതനായി വന്നു ദിനകരപുത്രനും സത്വരം മന്ത്രികളോടും കുതിച്ചു പാഞ്ഞു തുങ്കമായ ശൈലാഗ്രമേറിയിടിനാൻ. മാരുതിയോടു ഭയേന ചൊല്ലിയിടിനാൻ, ആരീ വരുന്നതിരുവർ സന്നദ്ധരായി നേരെ ധരിച്ചു വരിക നീ വേഗേന, ധീരന്മാരെത്രയുമെന്നു തോന്നും കണ്ടാൽ. അഗ്രജൻ ചൊൽകിയാൽ എന്നെ ബലാൽ ഇന്ന് നിഗ്രഹിപ്പാനായി വരുന്നവരല്ലല്ലീ, വിക്രമമുള്ളവരെ എത്രയും തേജസ ദിക്കുകളൊക്കെ വിളങ്ങുന്നു കാൺക നീ. താപസവേഷം ധരിച്ചിരിക്കുന്നത് ചാപവാണാദി ശസ്ത്രങ്ങളുമുണ്ടല്ലോ. നീ ഒരു വിപ്രവേശം പൂണ്ടവരോട് വായുസുത ചെന്നു ചോദിച്ചറിയണം. വക്രനേത്രാലാപഭാവങ്ങൾ കൊണ്ടവർ ചിത്തം എന്തെന്നതറിഞ്ഞാൽ വിരവിൽ നീ ഹസ്തങ്ങൾ കൊണ്ടറിയിച്ചിടു നമ്മുടെ ശത്രുക്കളെങ്കിൽ, അതല്ലെങ്കിൽ നിന്നുടെ വക്രപ്രസാദമന്ദസ്മേര സംജ്ഞയാം മിത്രമെന്നുള്ളതും എന്നോട് ചൊല്ലണം. കർമ്മസാക്ഷി സുതൻ വാക്കുകൾ കേട്ടവൻ ബ്രഹ്മചാരി വേഷമാലംബ്യസാദരം അഞ്ജസ ചെന്നു നമസ്കരിച്ചിടിനാൻ അഞ്ജനാപുത്രനും ഭർത്തൃപാദാംബുജം. കഞ്ചവിലോചനന്മാരായ മാനവ കുഞ്ചരന്മാരെ തൊഴുതു വിനീതനായി അങ്കജൻ തന്നെ ജയിച്ചോരു കാന്തി പൂണ്ടിങ്ങനെ കാണായ നിങ്ങളിരുവരും ആരെന്നറികയിൽ ആഗ്രഹമുണ്ടതു നേരെ പറയണം. എന്നോടു സാദരം ദിക്കുകൾ ആത്മഭാസൈവ ശോഭിപ്പിക്കും അർക്കനിശാകരന്മാരെന്നു തോന്നുന്നു. ത്രൈലോക്യ കർത്തൃഭൂതന്മാർ ഭവാന്മാരെന്നാലോക്യ ചേതസി ഭാതി സദൈവമേ. വിശ്വൈകവീരന്മാരായ യുവാക്കളാം അശ്വിനി ദേവകളോ മറ്റതെന്നിയേ, വിശ്വൈക കാരണഭൂതന്മാരായൊരു വിശ്വരൂപന്മാരാം ഈശ്വരന്മാർ നിങ്ങൾ. നൂനം പ്രധാന പുരുഷന്മാർ മായയാ മനുഷാകാരേണ സഞ്ചരിക്കുന്നിത് ലീലയാ ഭൂഭാരനാശനാർത്ഥം പരിപാലനത്തിനു ഭക്താനാം മഹീതലേ. വന്നു രാജന്യവേഷേണ പിറന്നൊരു പുണ്യപുരുഷന്മാർ പൂർണ്ണ ഗുണവാന്മാർ കർത്തും ജഗത്സ്ഥിതി സംഹാര സർഗങ്ങൾ ഉദ്യതൗ ലീലയാ നിത്യസ്വതന്ത്രന്മാർ മുക്തി നൽകും നരനാരായണന്മാരെന്നുൾത്താരിലിന്നു തോന്നുന്നു നിരന്തരം. യുദ്ധം പറഞ്ഞു തൊഴുതു നിന്നിടുന്ന ഭക്തനെ കണ്ടു പറഞ്ഞു രഘുത്തമൻ, പശ്യ സഖേ വടുരൂപിണം ലക്ഷ്മണ നിശേഷ ശബ്ദശാസ്ത്രം അനേന ശ്രുതം. ഇല്ലൊരപശബ്ദമെങ്ങുമേ വാക്കിങ്കൽ നല്ല വൈയാകരണൻ വടു നിർണയം. മാനവവീരനും അപ്പോൾ അരുൾ ചെയ്തു, വാനരശ്രേഷ്ഠനെ നോക്കി ലഘുതരം. രാമനെന്നെന്നുടെ നാമം ദശരഥ ഭൂമി ബാലേന്ദ്ര തനയൻ, ഇവൻ മമ സോദരനാകിയ ലക്ഷ്മണൻ കേൾക്ക നീ. ജാതമോദം പരമാർത്ഥം മഹാമതേ, ജാനകിയാകിയ സീതയെന്നുണ്ടൊരു മാനിനി എന്നുടെ ഭാമിനി കൂടവേ. താതനിയോഗേന കാനന സീമനി യാതന്മാരായി തപസ്സു ചെയ്തിടുവാൻ ദണ്ഡകാരണ്യേ വസിക്കുന്ന നാൾ അതിചണ്ഡനായോരു നിശാചരൻ വന്നുടൻ ജാനകീദേവിയെ കട്ടുകൊണ്ടിടിനാൻ. കാനനെ ഞങ്ങൾ തിരഞ്ഞു നടക്കുന്നു, കണ്ടീലവളെ ഒരേടത്തുമിന്നിഹ കണ്ടുകിട്ടി നിന്നെ. നീ ആരടോ സഖേ ചൊല്ലിടുകെന്നതു കേട്ടൊരു മാരുതി ചൊല്ലിനാൻ കോപ്പിത്തൊഴുതു കുതൂഹലാൽ. സുഗ്രീവനാകിയ വാനരേന്ദ്രൻ പർവ്വതാഗ്രേ വസിക്കുന്നിതത്ര രഘുപതേ. മന്ത്രികളായി ഞങ്ങൾ 4 പേരുണ്ടല്ലോ, സന്തതം കൂടെ പിരിയാതെ വാഴുന്നു. അഗ്രജനാകിയ ബാലി കപീശ്വരൻ ഉഗ്രനാട്ടിക്കളഞ്ഞിടിനാൻ തമ്പിയെ.
സുഗ്രീവനുള്ള പരിഗ്രഹം തന്നെയും അഗ്രജൻ തന്നെ പരിഗ്രഹിച്ചിടിനാൻ. ഋക്ഷ്യമൂകാചലം സങ്കേതമായി വന്നു വിശ്വാസമോടിരിക്കുന്നിതർക്കാത്മജൻ. ഞാനവൻ തന്നുടെ ഭൃത്യനായുള്ളൊരു വാനരൻ വായുതനയൻ മഹാമതേ. നാമധേയം ഹനുമാൻ അഞ്ജനാത്മജൻ ആമയം തീർത്തു രക്ഷിച്ചുകൊള്ളേണമേ. സുഗ്രീവനോട് സഖ്യം ഭവാനുണ്ടെങ്കിൽ നിഗ്രഹിക്കാം ഇരുവർക്കും അരികളെ. വേല ചെയ്യാം അതിനാവോളമാശു ഞാൻ ആലംബനം മറ്റെനിക്കില്ല ദൈവമേ. യുദ്ധം തിരുമനസെങ്കിൽ എഴുന്നള്ളു ഉൾത്താപമെല്ലാം അകലും ദയാനിധേ എന്നുണർത്തിച്ചു നിജാകൃതി കൈക്കൊണ്ടു നിന്നു തിരുമുമ്പിലാമാറുമാരുതി. പോകമസ്കന്ധമേറുവിൻ നിങ്ങൾ ആകുലഭാവമകലക്കളഞ്ഞാലും. അപ്പോൾ ശബരിതൻ വാക്കുകൾ ഓർത്തു കണ്ടു ഉൽപ്പല നേത്രൻ അനുവാദവും ചെയ്തു. സുഗ്രീവ സഖ്യം. ശ്രീരാമലക്ഷ്മണന്മാരെ കഴുത്തിലാമാറങ്ങെടുത്തു നടന്നിതു മാരുതി. സുഗ്രീവ സന്നിധൗ കൊണ്ടു ചെന്നിടിനാൻ വ്യഗ്രം കളക നീ ഭാസ്കരനന്ദന. ഭാഗ്യമഹോ ഭാഗ്യമോർത്തോളം എത്രയും ഭാസ്കര വംശസമുദ്ഭവന്മാരായ രാമനും ലക്ഷ്മണനാകും അനുജനും. കാമധാരാർത്ഥമിവിടേക്കെഴുന്നള്ളി സുഗ്രീവനോടിവണ്ണം പറഞ്ഞ അദ്രീശ്വരാഗ്രേ മഹാതരുച്ഛായ തലേ തഥാ വിശ്വൈകനായകന്മാരാം കുമാരന്മാർ വിശ്രാന്ത ചേതസ നിന്നരുളിടിനാർ. വാദാത്മജൻ പരമാനന്ദം ഉൾക്കൊണ്ടു നീതിയോടർക്കാത്മജനോട് ചൊല്ലിനാൻ. ഭീതി കളക നീ മിത്രഗോത്രേ വന്നു ജാതന്മാരായോരു യോഗേശ്വരന്മാരീ ശ്രീരാമലക്ഷ്മണന്മാരെഴുന്നള്ളിയതാരെയും പേടിക്ക വേണ്ട ഭവാനിനി. വേഗേന ചെന്നു വന്ദിച്ചു സഖ്യം ചെയ്ത് ഭാഗവതപ്രിയനായി വസിച്ചിടുക. പ്രീതനായോരു സുഗ്രീവനും അന്നേരം ആദരപൂർവമുദ്ധായ സസംഭ്രമം വിഷ്ടവനാഥനിരുന്നരുളിയിടുവാൻ. വിഷ്ടരാർത്ഥം നല്ല പല്ലവജാലങ്ങൾ പൊട്ടിച്ചവനിയിലിട്ടാൻ. അതുനേരമിഷ്ടനാം മാരുതി ലക്ഷ്മണനും ഒടിച്ചിട്ടതു കണ്ടു. സൗമിത്രി സുഗ്രീവനും പുഷ്ടമോദാൽ ഒടിച്ചിട്ടരുളിയിടിനാൻ. തുഷ്ടി പൂണ്ടെല്ലാവരും ഇരുന്നിടിനാർ. നഷ്ടമായി വന്നിതു സന്താപസംഘവും. മിത്രാത്മജനോട് ലക്ഷ്മണൻ ശ്രീരാമവൃത്താന്തമെല്ലാം അറിയിച്ചതു നേരം. ധീരനാമാദിത്യനന്ദനൻ മോദേന ശ്രീരാമചന്ദ്രനോടാശു ചൊല്ലിടിനാൻ. നാരീമണിയായ ജാനകീദേവിയെ ആരാഞ്ഞറിഞ്ഞു തരുന്നുണ്ട് നിർണയം. ശത്രുവിനാശനത്തിനടിയനൊരു മിത്രമായി വേല ചെയ്യാം തവാജ്ഞാവശാൽ. ഏതുമിത് നിരൂപിച്ചു ഖേദിക്കരുത് ആദികളൊക്കെ അകറ്റുവൻ നിർണയം. രാവണൻ തന്നെ സകുലം വധം ചെയ്തു ദേവിയെയും കൊണ്ടുപോരുന്നതുണ്ടു ഞാൻ. ഞാനൊരവസ്ഥ കണ്ടേനൊരു നാളത് മാനവവീര തെളിഞ്ഞു കേട്ടിടണം. മന്ത്രികൾ 4 പേരും ഞാനുമായി അചലാന്തേ വസിക്കുന്ന കാലമൊരു ദിനം. പുഷ്കരനേത്രയായൊരു തരുണിയെ പുഷ്കരമാർഗേണ കൊണ്ടുപോയാനൊരു രക്ഷോവരനതു നേരം അസുന്ദരി. രക്ഷിപ്പതിനാരുമില്ലാഞ്ഞു ദീനമായി രാമരാമേതി മുറയിടുന്നോൾ. തവ ഭാമിനി തന്നെ അവളെന്നതേ വരൂ. ഉത്തമയാമവൾ ഞങ്ങളെ പർവ്വതേന്ദ്രോത്തമാങ്കെ കണ്ട നേരം പരവശാൽ ഉത്തരീയത്തിൽ പൊതിഞ്ഞാഭരണങ്ങൾ അദ്രീശ്വരോപരി നിക്ഷേപണം ചെയ്താൽ. ഞാനതു കണ്ടിങ്ങെടുത്തു സൂക്ഷിച്ചു വെച്ചേനത് കാണണമെങ്കിലോ കണ്ടാലും.
ജാനകി ദേവി തന്നാഭരണങ്ങളോ മാനവവീര ഭവാൻ അറിയാമല്ലോ എന്നു പറഞ്ഞതെടുത്തു കൊണ്ടുവന്ന് മന്നവൻ തൻ തിരുമുമ്പിൽ വച്ചിടിനാൻ. അർണോജനേത്രനെടുത്തു നോക്കും നേരം കണ്ണുനീർ തന്നെ കുശലം വിചാരിച്ചു. എന്നെ കണക്കേ പിരിഞ്ഞിതോ നിങ്ങളും തൻവങ്കിയാക്കിയ വൈദേഹിയോടയ്യോ. സീതേ ജനകാത്മജേ മമ വല്ലഭേ നദേ നളിനദളായതലോചനെ രോദനം ചെയ്ത് വിഭൂഷണ സഞ്ജയമാധിപൂർവം തിരുമാറിലമുഷ്ടിയും പ്രാകൃതന്മാരാം പുരുഷന്മാരെ പോലെ ലോകൈകനാഥൻ കരഞ്ഞു തുടങ്ങിനാൻ. ശോകേന മോഹം കലർന്നു കിടക്കുന്ന രാഘവനോട് പറഞ്ഞിതു ലക്ഷ്മണൻ. ദുഃഖിയായി കേതുമേ രാവണൻ തന്നെയും മർക്കട ശ്രേഷ്ഠ സഹായേന വൈകാതെ നിഗ്രഹിച്ച അംബുജനേത്രയാം സീതയെ കൈക്കൊണ്ടുകൊള്ളാം. പ്രസീത പ്രഭോ ഹരേ. സുഗ്രീവനും പറഞ്ഞാനതു കേട്ടുടൻ വ്യഗ്രിയായി കേതുമേ രാവണൻ തന്നെയും നിഗ്രഹിച്ച ആശു നൽകിയിടുവൻ ദേവിയെ കൈക്കൊള്ളുക ധൈര്യം ധരിത്രീപദേ വിഭോ. ലക്ഷ്മണ സുഗ്രീവ വാക്കുകൾ ഇങ്ങനെ തൽക്ഷണം കേട്ടു ദശരഥപുത്രനും ദുഃഖവും ഒട്ടു ചുരുക്കി മരുവിനാൻ. മാർക്കട ശ്രേഷ്ഠനാ മാരുതി അന്നേരം അഗ്നിയെയും ജ്വലിപ്പിച്ചു ശുഭമായ ലഗ്നവും പാർത്തു ചെയ്യിപ്പിച്ചു സഖ്യവും. സുഗ്രീവരാഘവന്മാരഗ്നിസാക്ഷിയായി സഖ്യവും ചെയ്തു പരസ്പരം കാര്യവും സിദ്ധിക്കുമെന്നുറച്ച ആത്മഖേദം കളഞ്ഞ് ഉത്തുംഗമായ ശൈലാഗ്രേ മരുവിനാർ. ബാലിയും താനും പിണക്കമുണ്ടായതിൻ മൂലമെല്ലാം ഉണർത്തിച്ചരുളിനാൻ. ബാലി സുഗ്രീവ കലഹ കഥ. പണ്ടു മായാവി എന്നോരസുരേശ്വരനുണ്ടായതു മയൻ തന്നുടെ പുത്രനായി. യുദ്ധത്തിനാരുമില്ലാഞ്ഞു മതിച്ചവൻ ഉദ്ധതനായി നടന്നിടും ദശാന്തരെ. കിഷ്കിന്ധയാം പുരിബുക്കു വിളിച്ചിതു മർക്കടാധീശ്വരനാകിയ ബാലിയെ. യുദ്ധത്തിനായി വിളിക്കുന്നതു കേട്ടാതിക്രുദ്ധനാം ബാലി പുറപ്പെട്ടു ചെന്നുടൻ മുഷ്ടികൾ കൊണ്ടു താടിച്ചതുകൊണ്ടതിദുഷ്ടനാം ദൈത്യനും പേടിച്ചു മണ്ടിനാൻ. വാനരശ്രേഷ്ഠനും ഓടിയെത്തിയിടിനാൻ. ഞാനും അത് കണ്ടു ചെന്നിതു പിന്നാലെ. ദാനവൻ ചെന്നു ഗുഹയിൽ ഉൾപ്പൊക്കിതു. വാനരശ്രേഷ്ഠനും എന്നോട് ചൊല്ലിനാൻ. ഞാനിതിൽ പുക്കിവൻ തന്നെ ഒടുക്കുവൻ. നൂനം വിലദ്വാരി നിൽക്ക നീ നിർഭയം. ക്ഷീരം വരികിൽ അസുരൻ മരിച്ചിടും. ചോര വരികിൽ അടച്ചുപോയി വാഴുക നീ. യുദ്ധം പറഞ്ഞതിൽ പുക്കിതു ബാലിയും തത്ര വിലദ്വാരി നിന്നേനടിയനും. പോയതു കാലം 1 മാസം എന്നിട്ടും ആഗതനായതുമില്ല കവീശ്വരൻ. വന്നിതു ചോരവില മുഖം തന്നിൽ നിന്ന് എന്നുള്ളിൽ നിന്നു വന്നു പരിതാപവും. അഗ്രജൻ തന്നെ മായാവി മഹാസുരൻ നിഗ്രഹിച്ചാനെന്നുറച്ചു ഞാനും തഥാ ദുഃഖമുൾക്കൊണ്ടു കിഷ്കിന്ധ പുക്കിടിനേൻ. മാർക്കടവീരരും ദുഃഖിച്ചതു കാലം. വാനരാധീശ്വരനായ അഭിഷേകവും വാനരേന്ദ്രന്മാരെനിക്കു ചെയ്തിടിനാർ. ചെന്നിതു കാലം കുറഞ്ഞൊന്നു പിന്നെയും വന്നിതു ബാലി മഹാബലവാൻ തഥാ. കല്ലിട്ടു ഞാൻ വിലദ്വാരം അടച്ചത് കൊല്ലുവാനെന്നോർത്തു കോപിച്ചു ബാലിയും. കൊല്ലുവാനെന്നോടടുത്തു ഭയേന ഞാൻ എല്ലായിടവും പാഞ്ഞിരിക്കരുതാഞ്ഞെങ്ങും നീള നടന്നുഴന്നിടും ദശാന്തരെ. ബാലി വരികയില്ലത്ര ശാപത്തിനാൽ ഋഷ്യമൂകാചലേ വന്നിരുന്നിടിനേൻ. വിശ്വാസമോടു ഞാൻ വിശ്വനാഥ വിഭോ. മൂഢനാം ബാലി പരിഗ്രഹിച്ചിടിനാൻ ഊഢമുരാഗം മമ വല്ലഭ തന്നെയും. നാടും നഗരവും ഭഗ്നിയും എന്നുടെ വീടും പിരിഞ്ഞു ദുഃഖിച്ചിരിക്കുന്നു ഞാൻ. ത്വൽപാദ പങ്കേരുഹ സ്പർശ കാരണാലിപ്പോൾ അതീവ
സുഖവുമുണ്ടായി വന്നു. മിത്രാത്മയോക്തികൾ കേട്ടോരനന്തരം മിത്രദുഃഖേന സന്തപ്തനാം രാഘവൻ ചിത്രകാരുണ്യം കലർന്നു ചൊന്നാൻ, തവ ശത്രുവിനെ കൊന്നു ഭഗ്നിയും രാജ്യവും വിത്തവുമെല്ലാം അടക്കിത്തരുവൻ ഞാൻ. സത്യമിതു രാമഭാഷിതം കേവലം. മാനവേന്ദ്രോക്തികൾ കേട്ടു തെളിഞ്ഞൊരു ഭാനുതനയുനും ഇങ്ങനെ ചൊല്ലിനാൻ, സ്വർലോകനാഥജനാകിയ ബാലിയെ കൊല്ലുവാനേറ്റം പണിയുണ്ട് നിർണയം. ഇല്ല അവനോളം ബലം മറ്റൊരുവനും ചൊല്ലുവൻ ബാലിതൻ ബാഹുപരാക്രമം. ദ്വന്ദ്വഭിയാകും മഹാസുരൻ വന്നു കിഷ്കിന്ധാപുരദ്വാരി മാഹിഷവേഷമായി യുദ്ധത്തിനായി വിളിച്ചോരു നേരത്ത് അതിക്രുദ്ധനാം ബാലി പുറപ്പെട്ടു ചെന്നുടൻ ശൃംഗം പിടിച്ചു പതിപ്പിച്ചു ഭൂമിയിൽ ഭംഗം വരുത്തിച്ച വിട്ടിപ്പറിച്ചുടൻ ഉത്തമാംഗത്തെ ചുഴറ്റി എറിഞ്ഞിതു രക്തവും വീണു മതങ്കാശ്രമസ്ഥലേ. ആശ്രമദോഷം വരുത്തിയ ബാലിവോ നൃശ്യമൂകാചലത്തിങ്കൽ വരുന്നാകിൽ ബാലിയുടെ തല പൊട്ടിത്തെറിച്ചുടൻ കാലപുരിപോക മദ്വാക്യ ഗൗരവാൽ എന്നു ശപിച്ചതു കേട്ട് കവീന്ദ്രനും അന്നു തുടങ്ങി ഇവിടെ വരുവീല. ഞാനും അതുകൊണ്ടിവിടെ വസിക്കുന്നു മാനസേ ഭീതി കൂടാതെ നിരന്തരം. ദുന്ദുഭിതന്റെ തലയിതു കാൺകൊരു മന്ദരം പോലെ കിടക്കുന്നതു ഭവാൻ. ഇന്നിതെടുത്തെറിഞ്ഞിടുന്ന ശക്തന് കൊന്നുകൂടും കപിവീരന നിർണയം. എന്നതു കേട്ടു ചിരിച്ചു രഘൂത്തമൻ തന്നുടെ തൃക്കാൽ പെരുവിരൽ കൊണ്ടതു തന്നെയെടുത്തു മേൽപോട്ടെറിഞ്ഞിടിനാൻ. ചെന്നു വീണു ദശയോജന പര്യന്തം. എന്നതു കണ്ടു തെളിഞ്ഞ് സുഗ്രീവനും തന്നുടെ മന്ത്രികളും വിസ്മയപ്പെട്ടു. നന്നെന്നു പുകഴ്ന്നവർ നന്നായി തൊഴുതു നിന്നിടിനാർ. പിന്നെയും അർക്കാത്മജൻ പറഞ്ഞിടിനാൻ, മന്നവ സപ്തസാലങ്ങളിവയല്ലോ ബാലിക്കു മൽപ്പിടിച്ചിടുവാനായുള്ള സാലങ്ങളേഴും ഇവയെന്നറിഞ്ഞാലും. വൃത്രാരിപുത്രൻ പിടിച്ചിളക്കുന്നേരം പത്രങ്ങളെല്ലാം കൊഴിഞ്ഞു പോം. ഏഴിനും വട്ടത്തിൽ നിൽക്കും ഇവറ്റെ ഒരമ്പെയ്തു പൊട്ടിക്കിൽ ബാലിയെ കൊല്ലായി വരും ദൃഢം. സൂര്യാത്മജോക്തികൾ ഈ ദൃശം കേട്ടൊരു സൂര്യാന്വയോദ്ഭൂതനാകിയ രാമനും ചാപം കുഴിയെ കുലച്ചൊരു സായകം ശോഭയോടെ തൊടുത്തെയ്തരുളിടിനാൻ. സാലങ്ങളേഴും പിളർന്നു പുറപ്പെട്ടു ശൈലവും ഭൂമിയും ഭേദിച്ചു. പിന്നെയും ബാണം ജ്വലിച്ചു തിരിഞ്ഞു വന്നാച്ചു തൻ തുണീരമൻപോടു പുക്കോരനന്തരം. വിസ്മിതനായൊരു ഭാനുതനയനും സസ്മിതം കൂപ്പിത്തൊഴുതു ചൊല്ലിടിനാൻ, സാക്ഷാൽ ജഗന്നാഥനാം പരമാത്മാവ് സാക്ഷിഭൂതൻ നിൻ തിരുവടി നിർണയം. പണ്ടു ഞാൻ ചെയ്തോരു പുണ്യഫലോദയം കൊണ്ട് കാൺമാനും എനിക്ക് യോഗം വന്നു. ജന്മമരണ നിവൃത്തി വരുത്തുവാൻ നിർമ്മലന്മാർ ഭജിക്കുന്നു ഭവൽപദം. മോക്ഷധനായ ഭവാനെ ലഭിക്കയാൽ മോക്ഷമൊഴിഞ്ഞപേക്ഷിക്കുന്നതില്ല ഞാൻ. പുത്രധാരാർത്ഥരാജ്യാദി സമസ്തവും വ്യർത്ഥമത്രേ തവ മായാ വിരചിതം. ആകയാൽ മേ മഹാദേവ ദേവേശ മറ്റാകാംക്ഷയില്ല ലോകേശ പ്രസീദമേ. വ്യാപ്തമാനന്ദാനുഭൂതികരം പരം പ്രാപ്തോഹമാഹന്ത ഭാഗ്യഫലോദയാൽ മണ്ണിനായി ഊഴി കുഴിച്ച നേരം നിധി തന്നെ ലഭിച്ചതുപോലെ രഘുപതേ. ധർമ്മദാനവ്രത തീർത്ഥ തപക്രതു കർമ്മപൂർത്തേഷ്ടാദികൾ കൊണ്ടൊരുത്തനും വന്നുകൂടാ ബഹുസംസാരനാശനം. നിർണയം ത്വൽപാദ ഭക്തി കൊണ്ടെന്നിയേ ത്വൽപാദ പത്മാവലോകനം കേവലം ഇപ്പോൾ അകപ്പെട്ടതും ത്വൽകൃപാഫലം. യാതൊരുത്തന്നു ചിത്തം നിന്തിരുവടി പാദാംബുജത്തിൽ ഇളകാതുറയ്ക്കുന്നു. കാക്ഷണം പോലും
എന്നാകിലവൻ തനിക്കൊക്കെ നീങ്ങിയിടും അജ്ഞാനമനർത്ഥതം. ചിത്തം ഭവാങ്കലുറയ്ക്കാകിലും അതിഭക്തിയോടെ രാമരാമേതി സാദരം ചൊല്ലുന്ന അവനു ദുരിതങ്ങൾ വേരറ്റു. നല്ലനായേറ്റം വിശുദ്ധനാം നിർണയം മാധ്യവനെങ്കിലും ബ്രഹ്മജ്ഞനെങ്കിലും സദ്യോ വിമുക്തനാം നാമജപത്തിനാൽ. ശത്രുജയത്തിലും ദാരസുഖത്തിലും ചിത്തേ ഒരാഗ്രഹമില്ലെനിക്കേതുമേ. ഭക്തി ഒഴിഞ്ഞു മറ്റൊന്നുമേ വേണ്ടിയില്ല. മുക്തി വരുവാൻ മുകുന്ദ ദയാനിധേ. ത്വത്പാദ ഭക്തിമാർഗോപദേശം കൊണ്ടു മൽപാപമുൽപാടയത്രിലോകീപതേ. ശത്രുമധ്യസ്ഥമിത്രാദിഭേദഭ്രമം ചിത്തത്തിൽ നഷ്ടമായി വന്നിതു ഭൂപതേ. ത്വൽപാദപത്മാവലോകനം കൊണ്ടെനിക്കുൽപ്പന്നമായതു കേവലജ്ഞാനവും പുത്രധാരാദി സംബന്ധമെല്ലാം തവ ശക്തിയമായ പ്രഭാവം ജഗൽപദേ. ത്വൽപാദപങ്കജത്തിങ്കൽ ഉറയ്ക്കണമെപ്പോഴും ഉൾക്കാമ്പെനിക്കു രമാപദേ. ത്വന്നാമ സങ്കീർത്തന പ്രിയയാകണമെന്നുടെ ജിഹ്വ സദാ നാണമെന്നിയേ. ത്വച്ചരണാംഭോരുഹങ്ങളിൽ എപ്പോഴും അർച്ചനം ചെയ്യായി വരിക കരങ്ങളാൽ. നിന്നുടെ ചാരുരൂപങ്ങൾ കാണായി വരിക എന്നുടെ കണ്ണുകൾ കൊണ്ടു നിരന്തരം. കർണങ്ങൾ കൊണ്ടു കേൾക്കായി വരേണം സദാ നിന്നുടെ ചാരുചരിതം ധരാപദേ. മച്ചരണദ്വയം സഞ്ചരിച്ചിടണം അച്യുതക്ഷേത്രങ്ങൾ തോറും രഘുപതേ. ത്വൽപാദവാംസു തീർത്ഥങ്ങളേൽക്കാകണം എപ്പോഴും അംഗങ്ങൾ കൊണ്ടു ജഗൽപദേ. ഭക്തിയാ നമസ്കരിക്കായി വരേണം മുഹുരുത്തമാംഗം കൊണ്ടു നിത്യം ഭവത്പാദം. യുദ്ധം പുകഴ്ന്ന സുഗ്രീവനെ രാഘവൻ ചിത്തം കുളിർത്തു പിടിച്ചു പുൽകിടിനാൻ. അംഗസംഗം കൊണ്ടു കൽമഷം വേരറ്റ മംഗലാത്മാവായ സുഗ്രീവനെ തഥാ മായയാ തത്ര മോഹിപ്പിച്ചിതന്നേരം കാര്യസിദ്ധിക്കു കരുണാജലനിധിം. ബാലി സുഗ്രീവ യുദ്ധം. സത്യസ്വരൂപൻ ചിരിച്ചരുളി ചെയ്തു സത്യമത്രേ നീ പറഞ്ഞതെടോ സഖേ. ബാലിയെ ചെന്നു വിളിക്ക യുദ്ധത്തിനു കാലം കളയരുതേതുമിനിയടോ. ബാലിയെ കൊന്നു രാജ്യാഭിഷേകം ചെയ്തു പാലനം ചെയ്തു കൊൾവൻ നിന്ന നിർണയം. ആർക്കാത്മജനത് കേട്ടു നടന്നിതു കിഷ്കിന്ധയാം പുരി നോക്കി നിരാകുലം. ആർക്കകുലോദ്ഭവന്മാരായ രാമനും ലക്ഷ്മണവീരനും മന്ത്രികൾ നാൽവരും മിത്രജൻ ചെന്നു കിഷ്കിന്ധാപുരദ്വാരി യുദ്ധത്തിനായി വിളിച്ചിടിനാൻ ബാലിയേ. പൃഥ്വീരുഹവും മറഞ്ഞു നിന്നിടിനാർ മിത്രഭാവേന രാമാദികളന്നേരം. ക്രുദ്ധനാം ബാലി അലറി വന്നിടിനാൻ മിത്രതനയനും വക്ഷസി കുത്തിനാൻ. വൃത്രാരിപുത്രനും മിത്രതനയനെ 100 വലിച്ചു കുത്തിയിടിനാൻ. ബദ്ധരോഷേണ പരസ്പരം തമ്മിലെ യുദ്ധമതീവ ഭയങ്കരമായതു. രക്തമണിഞ്ഞേകരൂപധരന്മാരായി ശക്തി കലർന്നവരൊപ്പം പൊരുന്നേരം. മിത്രാത്മജനേത് വൃത്രാരിപുത്രനേതിദ്ധം തിരിച്ചറിയാവല്ലൊരുത്തനും. മിത്രവിനാശനാശങ്കയ രാഘവനത്ര പ്രയോഗവും ചെയ്തിലതു നേരം. വൃത്രാരിപുത്ര മുഷ്ടിപ്രയോഗം കൊണ്ടു രക്തവും ഛർദിച്ചു ഭീതനായോടിനാൻ. മിത്രതനയനും സത്വരമാർത്തനായി വൃത്രാരിപുത്രനും ആലയം പൊക്കിതു. പൃഥ്വീരുഹാന്തികെ നിന്നരുളിയിടുന്ന മിത്രാന്വയോദ്ഭൂതനാകിയ രാമനോടെത്രയും ആർത്തിയ പരുഷങ്ങൾ ചൊല്ലിനാൻ. ശത്രുവിനെ കൊണ്ടു കൊല്ലിക്കയോ തവ ചിത്തത്തിലോർത്തതറിഞ്ഞില്ല ഞാൻ. അയ്യോ വധ്യനെന്നാകിൽ വധിച്ചു കളഞ്ഞാലും അസ്ത്രേണ മാം നിന്തിരുവടി താൻ തന്നെ
സത്യം പ്രമാണമെന്നോർത്തേനതും പുനരെത്രയും പാരം പിഴച്ചു ദയാനിധേ. സത്യസന്ധൻ ഭവാനെന്നു ഞാൻ ഓർത്തതും വ്യർത്ഥമത്രേ ശരണാഗത വത്സല. മിത്രാത്മജോക്തികൾ ഇത്തരമാകുലാൽ ശ്രുത്വാ രഘുത്തമനുത്തരം ചൊല്ലിനാൻ. ഭദ്രാശ്രുനേത്രനായ ആലിംഗനം ചെയ്ത് ചിത്തേ ഭയപ്പെടായേതും മമ സഖേ. അത്യന്തരോഷവേഗങ്ങൾ കലർന്നൊരു യുദ്ധമധ്യേ ഭവാന്മാരെ തിരിയാഞ്ഞ് മിത്രഗാദിത്വമാശങ്ക ഞാൻ അന്നേരം മുക്തവാനായതില്ലസ്ത്രം ധരിക്ക നീ. ചിത്തഭ്രമം വരായ്വാനൊരടയാളം മിത്രാത്മജ നിനക്കുണ്ടാക്കുവനിനി. ശത്രുവായുള്ളൊരു വാലിയ സത്വരം യുദ്ധത്തിനായി വിളിച്ചാലും മടിയാതെ. വൃത്രവിനാശനപുത്രനാമഗ്രജൻ മൃത്യുവാശകഥനെന്നുറച്ചിടു നീ. സത്യമിതമകം രാമനെന്നാകിലോ മിഥ്യയായി വന്നുകൂടാ രാമഭാഷിതം. യുദ്ധം സമാശ്വാസ്യ മിത്രാത്മജം രാമഭദ്രൻ സുമിത്രാത്മജനോട് ചൊല്ലിനാൻ. മിത്രാത്മജകളെ പുഷ്പമാല്യത്തെ നീ ബദ്ധ്വാ വിരവോടയക്കു യുദ്ധത്തിനായി. ശത്രുഘ്നപൂർവജൻ മാല്യവും ബന്ധിച്ച് മിത്രാത്മജനെ മോദാലയച്ചിടിന. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അധ്യാത്മരാമായണമിതമത്രയും അത്യുത്തമോത്തമം മൃത്യുഞ്ജയ പ്രോക്തം. അധ്യയനം ചെയ്യിൽ മർത്യന ജന്മന മുക്തി സിദ്ധിക്കുമതിനില്ല സംശയം. പൂർവം രാമതപോവനാനിഗമനം ഹത്വാ മൃഗം കാഞ്ചനം. വൈദേഹീകരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം. ബാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം. പശ്ചാദ്രാവണ കുംഭകർണ നിധനം സമ്പൂർണരാമായണം. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ജയ ഗുരു.